ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. അമ്മൻ്റെ പ്രതീക്ഷനും ദൈവനാമം വാഴ്ത്തപ്പെടുത്താനും എന്നെ എൻ്റെ കുടുംബത്തിനും ഈ ദിവ്യമാല അൾത്താരയിൽ ഇന്നത്തെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബർ 2023 ഓൺലൈനിലായിരുന്നു ഞാൻ ദുബായിലുള്ളപ്പോൾ. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് വീണ്ടും സെപ്റ്റംബർ 9 ആയിരുന്നു. അത് എൻ്റെ അമ്മയിൽ വഴിയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത്. ആദ്യം അമ്മ ഉടമ്പടി എടുത്തത് ജൂൺ 9 ആയിരുന്നു. അത് അടുത്തുള്ള ഒരു ആൻറ്റി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇഷ്യൂസ് ഉള്ള സമയമാണ്, എനിക്ക് ജോലി ഇല്ലാത്ത സമയം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ടെസ്റ്റിമോണി അമ്മൻ്റെ രോഗസൗഖ്യമാണ്. 12 വർഷമായിട്ട് അമ്മയ്ക്ക് അലർജീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദേഹം മൊത്തം ചൊറിച്ചലായിരുന്നു. പിന്നെ യാതൊരു ഫുഡ്, അപ്പോൾ മീനാവട്ടെ, പിന്നെ ചില ഈ ഫുഡ് ഹോട്ടായിട്ടുള്ള ഏത് ഫുഡും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും ദേഹത്തിൽ മൊത്തം ചൊറിച്ചലും ഈ ബ്ലഡൊക്കെ ക്ലോട്ട് ആവുമായിരുന്നു. പിന്നെ മുറിവായിട്ട് അതിലൂടെ ഇങ്ങനെ പസ്സൊക്കെ ഫോം ചെയ്യായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്ത് പോകാനും ഡ്രസ്സ് ഇപ്പോൾ ചുടിദാർ ആവട്ടെ സാരി ആവട്ടെ ഇട്ടാൽ ബ്ലൗസൊക്കെ ഇട്ടാൽ കയ്യിൽ മൊത്തമായിട്ട് അലർജീസ് ആയിരുന്നു. അതൊന്നും ഈ 12 ഇയേഴ്സായിട്ട് എത്ര ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും എവിടെ പോയി കൺസൾട്ട് ചെയ്തിട്ടും എന്ത് മെഡിസിൻ കഴിച്ചിട്ടും അത് ക്യൂർ ആവണ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉടമ്പടി എടുത്ത്, ആദ്യത്തെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അമ്മ ഇച്ചിരി ഡൗൺ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒന്നും നടന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നത്. ഓഗസ്റ്റിലാണ് ഞാൻ ലാൻഡ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഉടമ്പടി അമ്മ ഞാനുണ്ട്. അപ്പോൾ അമ്മയെ വിശ്വസിക്കുക, അമ്മയ്ക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാന് പ്രകാരം അമ്മ എന്തായാലും രോഗസൗഖ്യം തരും. അടുത്ത സെക്കൻഡ് റിന്യൂവൽ പോകുമ്പോൾ അമ്മൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ദേഹത്തുള്ള എല്ലാ പാടുകളും മാറി എല്ലാ അമ്മയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ അമ്മ അത് കേട്ടു. എൻ്റെ മാതാവ് അനുഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കൃപയാലും അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. ദേഹത്തുള്ള എല്ലാം സ്കാർസും എല്ലാം മാറി കിട്ടി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ക്യൂറായിട്ട് കിട്ടി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2021 ഞാൻ ദുബായിലെത്തിയത്. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയാൽ മാനേജറിൻ്റെ കുറച്ച് ഇഷ്യൂസാല എനിക്ക് അവിടെ നിന്ന് ജോലി 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം എത്തുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിസ ക്യാൻസലേഷൻ ഡിലേ ആയതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ജോലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 months ഗ്യാപ്പായി. ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ. പക്ഷേ ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു 1 മാസം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വിട്ടെങ്കിലും മാതാവ് എന്നെ വിട്ടില്ല. മാതാവ് എന്നെ മുറുക്കെ പിടിച്ച്. പിന്നെ വിസ പ്രോപ്പറായി ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാം ക്ലിയറായി. നല്ലപോലെ എനിക്ക് വേറൊരു ജോലിയിൽ കയറാൻ പറ്റി. പക്ഷേ അവിടെയും ഇഷ്യൂ. അവിടെ എനിക്ക് പൂർണ്ണമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയില്ല. 3 മാസം ഞാൻ ചെയ്തു. പിന്നെ അവിടെ നിന്നും ഞാൻ ഇറങ്ങേണ്ടി വന്നു. എനിക്ക് ഉള്ളിലൊരു വോയിസ്, നമുക്ക് ഇല്ല നീ ബാംഗ്ലൂർ പൊക്കോ, എനിക്ക് വീട്ടിൽ നിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരി എന്നാൽ ബാംഗ്ലൂരിൽ പോവാം, എന്നിട്ട് അവിടെ പോയി നോക്കാമെന്നുള്ള ഇതിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിസൻ്റെ കുറേ ഫൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 months ഗ്യാപ്പിൽ അമ്മ മാതാവ് അനുഗ്രഹിച്ച പോലെ ഒത്തിരി പേര് എന്നെ സഹായിക്കണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മളൊരു അബ്രോഡിലിരിക്കുമ്പോൾ ജോലിയില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഒരു മാസത്തെ റെൻറ്റ് കൊടുക്കാനും പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഫുഡിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇൻ്റർസെഷനാൽ എനിക്ക് ഒത്തിരി പേര് എനിക്ക് സഹായിച്ചു. അതേപോലെ ഒരു പ്രോബ്ലമും ഇല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തി. ഒരു ഉടമ്പടി എടുത്തു. സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ സെപ്റ്റംബർ 3 റിന്യൂവൽ കഴിഞ്ഞു. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ദുബായിലാവട്ടെ ബാംഗ്ലൂരാവട്ടെ എനിക്കൊരു നല്ല ജോലി വേണം. ഞാനാണ് ഡിപ്പെൻഡബിൾ. എൻ്റെ അച്ഛനും അമ്മനെയും കുഞ്ഞിനെയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു നല്ല ജോബ് വേണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ 3ാമത്തെ ഉടമ്പടിയിലാണ് എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായത്. അത് കഴിഞ്ഞതും മേലെ എനിക്ക് ഒരു ജോലി ഉണ്ടായി. അത് വലിയ ജോലി അല്ലെങ്കിലും എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് ഇവിടെ മാർച്ചിൽ കൈവെപ്പ് പ്രാർത്ഥന ആ സമയത്ത് തന്നെ ആയിരുന്നു ഇവിടുത്തെ ബ്രദറിനെ ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രദർ
മൂലം എനിക്കൊരു നല്ല ജോലി കിട്ടി. എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിലും ഞാൻ അതിലൂടെ എനിക്ക് എൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള എനിക്ക് കൃപയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ റിന്യൂവൽ 1 വർഷത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു നല്ല ജോലി ഇവിടെ ബാംഗ്ലൂരിൽ കിട്ടണമെന്ന്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ബിഗ് ഫോർ കമ്പനിയിൽ, വൺ ഓഫ് ദി കമ്പനിയിൽ എനിക്ക് നല്ല മാനേജർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള സാലറിയും എനിക്ക് അമ്മ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ജോയിനിങ് ഇപ്പോൾ Monday 15th ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പിൽ എനിക്ക് ജോലി കിട്ടണം. എൻ്റെ ബർത്ത്ഡേ ആ ഫേമിൽ വേണം ഞാൻ ആഘോഷിക്കാൻ. എൻ്റെ ബർത്ത്ഡേ December 17th ആണ്, 15th ആണ് എൻ്റെ ജോയിനിങ്. അമ്മ നമ്മൾ ചോദിച്ചതിനേക്കാളും ഒരു പിടി കൂടുതൽ തരുന്നുള്ള സാക്ഷിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ ഞാനും എൻ്റെ കുടുംബവും ജീവനോടെ ജീവിച്ചിരിക്കുന്ന അത് അമ്മ മാത്രമാണ്. അമ്മയും ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ ജോലിയില്ലാതെയും ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അവനോട് പറയാം, അവർക്കായിട്ടുള്ളതല്ല, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അത് എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും മാത്രമാണ്. ഇത്ര ചൊല്ലി ഞാൻ നിർത്തുന്നു. ആത്മീയമായിട്ടുള്ള വളർച്ച, ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈശോയോടും അമ്മയോടും നല്ല വിശ്വാസമാണ്, അടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് ഇൻറ്റൻറ്റായിട്ട് നമുക്ക് ഇനിയും ഒന്നും കൂടി എന്നെ ഈശോയിൽ അടുപ്പിച്ചതും ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പിച്ചതും അവനെ കൂടുതലായിട്ട് ഓരോ ദിവസം സ്നേഹിക്കാൻ പറ്റുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഈ സഹനങ്ങളുള്ള സമയത്തും കൂടി ഞങ്ങൾ ദൈവത്തിനെ വിട്ടിട്ടില്ല. എന്നും ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടും അതിന് മുൻപും പ്രാർത്ഥന മുടക്കാറില്ല, കൊന്ത മുടക്കാറില്ല. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള വിഷമം തന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഫർഗീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചർച്ചിൽ മാസ് മുടക്കാറില്ല, എല്ലാ സൺഡേയും മാസിന് പോവാറുണ്ട്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ എനിക്ക് ഞായറാഴ്ച കുർബാന കൂടാത്ത ഏത് ഫംഗ്ഷനും അല്ല വേറെ ഏത് പ്രോഗ്രാമിനും എനിക്ക് പോകാനുള്ള ഇട വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മെർസിഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ളത് എന്താണോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്ക് സഹായിക്കാൻ പറ്റുക ഞാനത് സഹായിക്കാറുണ്ട്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കാറുണ്ട്, പ്രേക്ഷക പ്രവർത്തനം ചെയ്യാറുള്ളത്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതിലൂടെ ഫേസ്ബുക്കിലും. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എല്ലാ മിറക്കിൾസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം മുടങ്ങാതെ ഞാൻ 5:30 കാണും. പിന്നെ അച്ഛൻ പിന്നെ വിട്ടുപോയ കാര്യം, ഈ ഇൻ്റർവ്യൂസ് എനിക്ക് വരുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലത്തെ അച്ഛൻ പറയണ കാര്യങ്ങളെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വന്നതും എനിക്ക് ഒരുപാട് അടയാളങ്ങൾ എനിക്ക് തിരിയിലുകൂടെ തിരുഹൃദയം, പരിശുദ്ധാത്മാവും, അമ്മേൻ്റെ പ്രസൻസും, പിന്നെ ഫ്രേഗ്രൻസും, മുകളിൽ റെയിൻബോ വരെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിയിൽ കണ്ട എല്ലാ അപ്ഡേറ്റ്സാണ് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നതും എല്ലാം. ഞാൻ പ്രാർത്ഥിച്ച പോലെ കൊന്ത മാസത്തിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ 31-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഇൻ്റർവ്യൂ, എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ. ആ സമയം വരെ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു 31st ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തു, അതിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന്. അതേപോലെയാണ് November 7th മോള് പറഞ്ഞു, അത് മാതാവ് എന്നെ പറയിപ്പിച്ചതാണ്, അമ്മ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും 7th സെലക്ഷൻ വരും, കോള് വരും, നിങ്ങൾ സെലക്ട് ആണ്. അതേപോലെ 7ാം തീയതി നവംബർ മോള് പറഞ്ഞ പോലെ തന്നെ, മാതാവ് പറയിപ്പിച്ച പോലെ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയതും എനിക്ക് 14th നവംബറിലാണ്. അതും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മ മാതാവെ എല്ലാവരുടെ മുമ്പിലും തലയുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ ഞാൻ നാട്ടിൽ പോകണ മുമ്പ് എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ 15th മോർണിംഗ് ആയിരുന്നു എൻ്റെ ട്രെയിൻ. എനിക്ക് 14th ഈവനിങ് തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ അയച്ചിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ പറയാൻ പോകുന്നത്, എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും ഞങ്ങളെ ഇതുവരെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദികൾ പറയുന്നു. ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും അനുഭവിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ, പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും എല്ലാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഇന്നും ഞങ്ങളുടെ വീട് ഞങ്ങളെ നിലനിർത്തി, ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു, എല്ലാം
എല്ലാം പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ഒരു വീട് വാങ്ങിച്ചത്. ആ വീട് 5 വർഷം ഒന്നും പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഇതാ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ലോണുകളൊന്നും കെട്ടാൻ പറ്റാതായി. എൻ്റെ മോൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി ജോലിയിൽ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏക ഉള്ളത് ഒരു മകൾ മാത്രമാണ്. ഞങ്ങളാകെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ദൈവത്തിന് ഇതുവരെയും ഞങ്ങളെ സഹായിച്ച എൻ്റെ ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഞങ്ങളെ ഇതുവരെയും സഹായിച്ചവർക്കും ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം തിരുവചനം. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നന്ദിനി എന്ന ഈ മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് ഏറ്റുപറയുന്നത് ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടക്കടലിൽ നിന്ന് കരകയറ്റിയതിൻ്റെ നന്ദിയായിട്ടാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിനി എന്ന് നന്ദി പറയുന്നത്. ജീവിതാവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെട്ട സമയത്ത് ജോലിയില്ലാതെ വിഷമിച്ചപ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ, നന്ദിനിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ നല്ല സാലറിയുള്ള ഒരു ജോബ് ഈ ബാംഗ്ലൂർ തന്നെ മകളെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് നന്ദിനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈശോ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നുണ്ട്. ഈശോ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ പറയുന്നുണ്ട്. നാം എപ്പോഴെല്ലാം നമ്മെ തന്നെ മറന്ന് ഈശോയുടെ രാജ്യവും ഈശോയുടെ തിരുമനസ് അന്വേഷിക്കുവാൻ നാം തയ്യാറായോ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് നമുക്ക് പറയാം. ഈശോ പറയുന്നത്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം, നമുക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് തന്നെ കുരുവികളേക്കാൾ വയലിലെ പുഷ്പങ്ങളേക്കാൾ എല്ലാം മനോഹരമായിട്ടാണ് ഈശോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും. ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നീ തീരുമാനിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം നിനക്ക് തരും. കാരണം നീ നിൻ്റെ നേർച്ചകൾ നിറവേറ്റുന്നു. നമ്മുടെ നേർച്ചകൾ എന്നുള്ളത് നമ്മുടെ ഉടമ്പടി നിബന്ധനകളാണ്. അതാണ് നമ്മുടെ നേർച്ചകൾ എന്ന് പറയുന്നത്. നാം ഭണ്ഡാരത്തിലിടുന്ന നേർച്ചപ്പെട്ടിയിലിടുന്ന കാശല്ല നമ്മുടെ നേർച്ച. നമ്മുടെ ഏറ്റവും കാരുണ്യം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്ക് നേർന്നെടുക്കാനുള്ളത്, നമുക്ക് നേടിയെടുക്കാനുള്ളത്. പരിശുദ്ധ അമ്മ നമുക്ക് അതിനു വേണ്ടി നമ്മെ സഹായിക്കുകയും നമ്മെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നന്ദിനി പറയുകയുണ്ടായി, എല്ലാ സമയത്തും പരിശുദ്ധ അമ്മ ഇവരുടെ കൂടെ സഞ്ചരിച്ച ഒരു വലിയ ജീവിതാനുഭവം. ഇനി ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നു. ഈശോ എനിക്കുള്ള എല്ലാ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു വലയം എനിക്ക് വേണ്ടി തീർത്തിരിക്കുന്നു. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. ഞാൻ ആഗ്രഹിച്ചത് December 17 എൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് ഈശോ എനിക്കിത് തരണം. ഞാനത് ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിച്ചതാണ്. അല്പം പോലും തന്നെ November 1 എത്താതെ തന്നെ December 31 തന്നെ ആ ഇൻ്റർവ്യൂ അവസാനിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരം ഏറ്റെടുക്കുകയും നല്ല ഒരു ജോബ് ഓഫർ നൽകി മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ജീവിതാവസ്ഥകളിലും ഇവൾ നന്ദി പറയുന്നത് എങ്ങനെയാണ്? ഒരു യൂട്യൂബ് ചാനൽ ഈശോയുടെ നാമത്തിൽ തന്നെ ഉണ്ടാക്കി അതിൽ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചപ്പോൾ ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചു, മറ്റ് 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാരും തിരിച്ചു വന്നില്ലല്ലോ എന്ന് ഈശോ സങ്കടത്തോടെ ചോദിക്കുന്നതിനൊരു ഉത്തരമാണ് ഇന്ന് നന്ദിനി ഇവിടെ പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസം പോലും വളരെ അത്ഭുതമാണ്. അതുപോലും ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യമേറ്റ് പറയുന്നു. എനിക്കിന്ന് ആരോടും സങ്കടമില്ല, ആരോടും പരാതിയില്ല. ഈ ജീവിതാനുഭവങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് നന്ദിനി പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് ഒരുങ്ങിയത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജീവിതാവസ്ഥകളിൽ കുടുങ്ങിക്കിടക്കുന്ന വഴിവിട്ട ജീവിതങ്ങളിൽ എല്ലാ മക്കളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, വീടില്ലാതെ വിഷമിക്കുന്നവരെ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദിനിയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.